ആ പൈതൃകത്തുള്ള മാർഗംകളി പ്രാക്ടീസ് കഴിഞ്ഞ് വന്നല്ലോ എല്ലാവരും. ആ മക്കളെ എല്ലാം പഠിച്ചോടി. ആ എന്നാ പിന്നെ ഒന്ന് കാണട്ടെ. അയ്യോ മതി മതി, ഇനി വിശക്കുന്നുണ്ട് പിള്ളേർക്ക്. നല്ല പിടിയും കോഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പാച്ചി, ഇന്ന് പള്ളിയിൽ അച്ഛൻ വായിച്ച ആ സർക്കുലറിന് ജ്ഞാനായ എക്സിസ്റ്റൻസിന് ഏതാണ്ട് പ്രോബ്ലം ഉണ്ടോ? അപ്പാച്ചി, ഇനി നമ്മുടെ ജ്ഞാനായക്കാരല്ലേ? ആ മക്കളെ, നമ്മുടെ സഭയും സമുദായമൊക്കെ ഒരു വലിയ സങ്കടത്തിലാണ്. നമ്മുടെ എൻഡോഗമി പ്രാക്ടീസിനെതിരെ ഒരു കോർട്ട് ഓർഡർ വന്നിരിക്കുക. അതാ ഇന്ന് അച്ഛൻ വായിച്ചത്. നമ്മുടെ ജ്ഞാനായ സമുദായത്തിന് ഇതൊന്നും ഒരു പുത്തിരിയല്ല. വി വിൽ ഓവർകം ദിസ്, അല്ലേ അപ്പാച്ചി? മക്കളെ, നമുക്ക് നമ്മുടെ ആ മാർത്തോമൻ ഒരു 2 ലൈൻ അങ്ങ് പാടിക്കേടി. ആഹാ, കുളിര് പോരുന്നു. നമ്മുടെ 400ഓളം പൂർവികര് കനായി തോമായുടെയും മുർഹാമാറ യൂസഫ് അത്രാന്റെ നേതൃത്വത്തില് നമ്മുടെ കേരളത്തിലേക്ക് വന്ന എന്തിനായിട്ടാണെന്ന് അറിയാമോ മക്കളെ? അവർ വിശ്വസിച്ച് രുചിച്ചറിഞ്ഞ ഏക സത്യ ദൈവമായി യേശുക്രിസ്തുവിനെ പകർന്നു നൽകുവാനായിട്ടാ. അന്ന് മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ കൾച്ചറലി ആൻഡ് ഫൈനാൻഷ്യലി ലോകത്തിന്റെ ടോപ്പിൽ നിൽക്കുക. നമ്മുടെ പൂർവികര് വീടും നാടും ബന്ധുക്കളെ എല്ലാം വലിച്ചെറിഞ്ഞ് they left everything behind for the love of Christ. നമ്മുടെ 400 പൂർവികരും വിശുദ്ധരെ പോലെയാ മക്കളെ. ഇത് നമ്മുടെ സെന്റ് പോൾ പറഞ്ഞതുപോലെയല്ലേ? I consider everything as garbage in order that I may gain Christ. Yes, we should be proud of our forefathers. അപ്പാച്ചി പറഞ്ഞതുപോലെ ഇവർ ശരിക്കും വിശുദ്ധന്മാരെ പോലെയാ. ഇത് മാത്രമാണോ മക്കളെ? ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭ ആഗോള സഭയ്ക്ക് ഒരു അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ അതിന് വിത്ത് പാകിയത് നമ്മുടെ പൂർവികരാ. പിന്നെയോ നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും അനാഫ്ര ഉൾക്കൊള്ളുന്ന ചാൾഡിയൻ റൈറ്റ് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. അങ്ങനെ എന്തെല്ലാം. അതുപോലെ പോപ്പുലേഷൻ റേഷ്യോയിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ളത് നമ്മുടെ ജ്ഞാനായ സഭയിലാണ്. Really? From a small community like us? That's why we are chosen and blessed. മക്കളെ, എൻഡോഗമി എന്താണെന്ന്? ഇറ്റ്സ് എ കവനന്റ് ടു ഗോഡ്, ഇറ്റ്സ് എ പ്രോമിസ് ടു ഗോഡ്. നമ്മുടെ ചാർച്ചക്കാരെന്ന് മാത്രം വിവാഹം കഴിച്ച് ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് നമ്മുടെ പൂർവികരുടെ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. യെസ്, ഇറ്റ്സ് എ ഫിഡലിറ്റി ടു ഗോഡ്. നമ്മുടെ ദൈവം ഈ കവനന്റിൽ നിന്ന് മാറിയില്ല മക്കളെ. കാരണം അവൻ വിശ്വസ്തനാണ്. 1700 വർഷമായിട്ട് അവൻ നമ്മുടെ ഈ സമുദായത്തെ കാത്തുപരിപാലിക്കുന്നുണ്ടെങ്കിൽ നമുക്കെതിരെ ആരും നിൽക്കുകയില്ല. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം നമ്മൾ ജ്ഞാനായക്കാരായി തന്നെ തുടരും. Wow, that's amazing. We love ജ്ഞാനായ. അപ്പോഴേ ഇനി നിങ്ങൾ ആരെയാ കല്യാണം കഴിക്കുന്നേ? Only ജ്ഞാനായ. മക്കളെ, ഓൾവേസ് റിമെമ്പർ, കരുതിയിടും ജ്ഞാനായ ജനതയുടെ അൽവസന്താനങ്ങളാണു നമ്മൾ. ഒരുമയാൽ ഇന്നും വളരും നമ്മൾ.